സുഖം. നിങ്ങൾക്ക് സുഖമല്ലേ? ഇതാരാ പേര്? സാമോ? എടാ ഹെൽപ്പ് ഇട്ടിട്ട് പറ. ഒരാള് പറ, ഞാൻ പറഞ്ഞ കോളുകള് ഹെൽപ്പ് ഇട്ടിട്ട് പറ. അവന്മാര് സിറ്റുവേഷൻ എടുത്തിട്ട് വരുവാണെങ്കിൽ പറഞ്ഞത് അത് നിന്നോട് ഹെൽപ്പ് ഇടുമ്പോ വരുമ്പോ പറഞ്ഞ സിറ്റുവേഷൻ എടുത്തിട്ട് മുതുക്കിനകത്തിരിക്കാണ്. ഇത് ഡെയിലി ഇങ്ങനെ ഇവന്മാര് ഈ പരിപാടിയാണ്. ഇവന്മാരെ ലൈക്ക് ഇറങ്ങാൻ പറ, പുറത്തിറങ്ങാൻ പറ. മുടി ഉണ്ടാ നീളത്തിന് പാനി തൂങ്ങി ചാവോ പെട്ടെന്ന്. പാതയിലൂടെ പോകുന്നു. വളരെ ശാന്തമായി വേണം നമ്മൾ. സുഖാണോ ബ്രോ? ഫുഡൊക്കെ ഇടാൻ കാണിച്ച ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. മുതുക്കിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയാലും വലിയ സന്തോഷമുണ്ട്. മുതുക്കില് കാണണ്ടല്ലോ കുറെ തീട്ടങ്ങൾ, അപ്പം വളരെ സന്തോഷം. നിങ്ങളെങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നതോ? അതെ, നിങ്ങള് പുറത്തോട്ട് പ്ലാൻ ഉണ്ടോ? അത് വെറുതെ നമ്മള് നീ അവിടെ ഉണ്ടാടാ? വലിയമോനെ എന്റെ അടുത്തുണ്ടല്ലോ. മെറ്റടിച്ചൊക്കെ വന്ന് എന്നെ കൊന്നിട്ടൊക്കെ പോവും. മെറ്റടിച്ച് വന്നിട്ട്. അതല്ലേ, ഇതിപ്പോ കുറച്ച് ദിവസമായില്ലേ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ തുണിയിലോണ്ട് നടക്കല്ലടാ, മനസ്സിലായ? ഇതൊക്കെ കൊണ്ട് മറ്റേ കഴുകി അലക്കി നിന്റെയൊക്കെ ഗ്യാങ്സിനകത്തോണ്ട് പോയി, മനസ്സിലായ? ആൾബലം ഇങ്ങനെ ഇട്ടോണ്ട് നടക്കല്ലേ മൊണ്ണാളാ പോലെ. ഈ വണ്ടിയും കൊണ്ട് കത്തിച്ചോളാ. എന്നിട്ട് വലിയ ഭാഗ്യം. ഒരു ഗ്യാങ്ങിന്റെ അധപ്പതനോട് കണ്ടോണ്ടിരിക്കുന്ന നമ്മള്. അധപ്പതനം അവസ്ഥ അധപ്പതനാണ്. തൂങ്ങ്. നിങ്ങള് എന്താണ് ഗ്യാങ് ആണോ കുടുംബശ്രീ അംഗങ്ങളാണോ? എന്താണ് മനസ്സിലായില്ല. ഗ്യാങ് ആണോ അതോ കുടുംബശ്രീ അംഗങ്ങളാണോ? ഇവര് കൊറേ ദിവസമായിട്ട് സിറ്റുവേഷൻ മുതുക്കി തന്നെ ഇരിക്കുന്നു. ഒന്നും പുറത്തു പറഞ്ഞൊന്നുമില്ല. ഇവര് ഇതിന്റെ അകത്തിരുന്ന് ഇതിപ്പം ഒരു 5 കൊറേ നേരം പുറത്തിറങ്ങാൻ പറയുന്നു. എന്നിട്ട് ഇവര് അതിന്റെ അകത്ത് തന്നെ ഇന്ന് ട്രിഗർ ചെയ്തോണ്ടിരിക്കുക സിറ്റുവേഷൻ. നമ്മളെ കൂട്ടത്തില് പുറത്തിറങ്ങിയാലും അതായത് ഇപ്പൊ നിങ്ങളിപ്പോ വീടും സിറ്റുവേഷൻ പുറത്തിറങ്ങാൻ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാലും അവര് ഇറങ്ങത്തില്ല. അമ്മരോട് കൊണടിച്ചിട്ട് മറ്റേ കിക്ക് കിട്ടി കഴിഞ്ഞാൽ അമ്മര് സർവറിലും ചേർത്തില്ല. പിന്നെ പിറ്റേ ദിവസം വരും, കൊണയാവും, ഇറങ്ങും, കയറും. അടിച്ചു തീർക്കാൻ പറയാ, വരുത്തൂല. നമുക്കൊരു ഷോർട്ട് അടി അടിക്കണ്ട, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വാറ വിളിച്ചിട്ട് ഇല്ല കണ്ടോ. പ്രിയാർ പറഞ്ഞു അമ്മർക്കിട്ട് ഉറങ്ങും കൊടുക്കണം, പേടിപ്പിക്കണ അവരൊന്ന്. ഗ്യാങ് ആയിട്ടിരിക്കണ ഇവനൊക്കെ. അഡ്മിൻ വന്നിട്ടുണ്ടോ? അഡ്മിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ട്രിഗർ ആവുന്നവർ അവിടെ സംസാരിക്കില്ല, തെറി വിളിക്കുന്നവന്മാരെ. എന്താണ് സുഹൃത്തെ ഇങ്ങനെ നിങ്ങളിങ്ങനെ നിങ്ങളാണ് ഇവിടെ വണ്ടിന്റെ സൈഡിലെ ആക്ടേഴ്സ് കൊണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയല്ലേ, അപ്പൊ നമ്മള് വെറുതെ ചോദിച്ചതാ. ഇല്ല അത് പറയാറുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാലോ. ഇഷ്ടമുള്ള എഴുതിക്കോടാ. സത്യങ്ങൾ തോന്നിയത് എഴുതി വെക്കുമ്പോ ബാക്കിയുള്ളവർ ചോദിക്കുമ്പോ ഉത്തരം പറയാൻ അറിയണ്ടേ? അറിയത്തില്ലേ പിന്നെ കാര്യം. അപ്പൊ നമുക്കറിയാവുന്ന ഹാക്കർ എന്നൊക്കെ പറഞ്ഞ മറ്റേ ഇത് ഫയലൊക്കെ ഇട്ട് നടക്കുന്ന ഇതാണ്. അതാണ്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അതെ അതെ അതെ. നിങ്ങളെങ്ങനെ അതൊക്കെ ഇടാറുണ്ടോ? നിങ്ങൾ ഹാക്കേഴ്സ് ആണോ? അപ്പൊ നിങ്ങൾ ഹാക്കേഴ്സ് ആണോ? താല്പര്യമില്ലേ? അയ്യോ, നിങ്ങൾ പറ, ഹാക്കേഴ്സിന്റെ എഴുതി വെച്ചിരിക്കണ എന്തോ അർത്ഥം എന്തോ? അപ്പൊ വെറുതെ എഴുതി വെച്ചേക്കുവാണല്ലേ? അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉള്ളത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ എഴുതി വെച്ചിരിക്കണത് അത് നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾ എന്താന്ന് വെച്ച് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു. നിങ്ങൾ ചോദിച്ചോളൂ എന്താന്ന് വെച്ചാ ചോദിച്ചോളൂ. നമ്മൾ പറഞ്ഞുതരാം. ഹെൽ ഫയർ ഓൺ ടോപ്പ് ശരിയാണല്ലോ. അതെ, അത് എല്ലാവർക്കും അറിയാം. തലപോന്ന കേസല്ലെന്ന് എല്ലാവർക്കും അറിയാം ബ്രോ. ഓടും മാറ്റിയ ആ ടോപ്പ് ഓടൊന്ന് മാറ്റിയ കറക്റ്റ് എൽ ഫെയർ ആക്കേഴ്സ്. ഓ എന്തോ വേണം.
നിങ്ങൾ ആ ഓടും ടോപ്പും മാറ്റണം ബ്രോ. ഇങ്ങനെ നിക്കാനാണോ പ്ലാൻ അതോ ടോപ്പിൽ പോയി ഹാക്കിട്ട് വരണോ ബ്രോ? കരച്ചില് മാത്രമല്ലോ കരച്ചില് മാത്രമല്ലോടോ ഉള്ളു. ഡെയിലി വന്നിട്ടാടാ പാവ തത്സമയത്ത് ഇടാത്ത പിള്ളേരൊക്കെ ഒന്ന് ചൊറിയും. അത് കഴിഞ്ഞിട്ട് മറ്റേ ഉള്ളവരൊക്കെ പറഞ്ഞ സമയത്ത് അമ്പി കളിച്ചാൽ ഇത് സംഭവിച്ചത് നമ്മളെ കൂട്ടത്തിലുള്ള കുറെ പേരെ ബാൻ എടുത്തിട്ട് വന്നിട്ട് അടിക്കാനുള്ള പ്ലാൻ. ഇതാണ് മെയിൻ പരിപാടി. ഇതാണ് മെയിൻ പരിപാടി. തീട്ടങ്ങളെ പരിപാടിയാണ് അളിയെ. സംഭവം എന്ന് പറയുന്നത് ഇവന്മാര് വരാത്തുന്നുണ്ട്. ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്തെടുത്തവന്മാര് വരും. ഇങ്ങനൊക്കെ ആരും ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് ഉത്തരം പറയണോ? അതാണ് നമ്മള് ചോദിച്ചാണ്. എടാ അത് കാണുന്ന നമ്മളല്ലേ, വായിക്കുന്ന നമ്മളല്ലേ. ആ അതെന്താന്ന് അറിയാൻ വേണ്ടിട്ടല്ലേടാ. എന്നാ കുഴപ്പമില്ല, അപ്പൊ കുഴപ്പമില്ല. തല പോകുന്ന കേസൊന്നും അല്ലല്ലോടാ, അപ്പൊ കുഴപ്പമില്ല. ടോപ്പല്ലേ അത്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, നിങ്ങളുടെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടാ? ഈ 3 പേരല്ലാണ്ട് അത് നിനക്ക് പറയണ്ടെന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടെന്ന്? 10-30 പേരോ? ഇപ്പൊ എന്താണ് കുറച്ചിട്ട് ഇങ്ങനെ രണ്ടുപേരായിട്ടിരിക്കുന്നത് ഇവിടെ? സമ്മതിക്കല്ല. കാര്യം ചോദിക്കുന്ന കാര്യം പറയണം മച്ചാനെ. അല്ലാണ്ട് നിന്നിട്ട് മറ്റേ അതെന്നോടാ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്. ഉണക്കാൻ അറിയാമെങ്കിൽ അടിക്കാനും അറിയണം, മനസ്സിലായില്ലേ? സത്യം. നീ കുറച്ച് ദിവസമല്ല നിന്റെ കുണം ഇറങ്ങിയിട്ട് നീ ഇവിടെ പുറത്തിറങ്ങി. രണ്ട് വാക്ക് കൂടി പറയട്ടെ. ചന്ദ്ര 2 ഡയലോഗ് അടിച്ചിട്ട് പുറത്തിറങ്ങ. നാണല്ലോടാ എനക്കൊക്കെ, നാണല്ലേടാ. 10-30 ഉള്ളവരല്ലടാ. അതിന്റെ ബലമെങ്കിലും കാണിച്ചുകൂടാ. അതിന്റെ ബലം. ഇതാണ് മച്ചാനെ പേടി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ വണ്ടി എടുത്താണ്ടാ. അവന്റെ ഉള്ള വണ്ടി ഇട്ടിട്ടെ ബാക്കിയുള്ളവർ വെളിയിറങ്ങി. വെളിയിറങ്ങ. അതായത് അഡ്മിൻസ് പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങി നിങ്ങള്. ഓൾറെഡി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടി നിന്നോ കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാം വെളിയിറങ്ങി. പിറ്റിയാ റെഡിയാക്കി. വില്ലുമോനെ വണ്ടി എടുത്ത് റെഡിയാക്കി. വില്ലുമോനെ ഇറങ്ങി അടിച്ചോളെ. നമുക്ക് വണ്ടി കയറാം. അവിടെ താഴെ നിൽക്കുന്ന അടിക്കണേ. വണ്ടി എടുത്തിട്ടോ. വണ്ടി മൂന്നാണ്ട് പുറത്തോട്ടൊക്കെ വിടുന്നു. എടുത്തിട്ട് ഇറങ്ങിയല്ലോ അതോ ഇറങ്ങാൻ പോവാണേ. അതിന്റെ അകത്തോട്ട് അയ്യേ തീട്ട കണ്ടി. ഇറങ്ങടാ വെളിയിറങ്ങടാ മൊണ്ണേ. ഇറങ്ങടാ വെളിയില്. തീട്ടമേ സിറ്റുവേഷൻ തീട്ടക്കണ്ടി. ഇറങ്ങടാ. അപ്പുറത്തെ സൈഡത്തെ എൻട്രി ഇല്ലേ? അപ്പുറത്തെ സൈഡ് എൻട്രി ഇല്ലേ? അവിടത്തെ എൻട്രി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടേ. ഒരു അടി കിട്ടിയപ്പോ അങ്ങ് സേഫ്സിനുള്ളിൽ കേറി. എടാ ഇത്ര ഉള്ളടാ. മൊണ്ണകളാണ്. അതിനെടുത്താലോണ്ണാ. അതിനെടുക്കാം. അവിടെ പോകണം. അവന്മാരുടെ തന്നെ പോകണം. എനിക്കണേ സത്യം പറഞ്ഞ ഇറങ്ങത്തുള്ളൂ അങ്ങനത്തെ പിള്ളേരെ.
ഇവിടെ ആന്റി ചീറ്റ് കിക്കാക്കിയമാരെ ഒരുത്തിന് ആന്റി ടീച്ച് അല്ല ഇത് കിട്ടി തോമസ് എന്ന് പറഞ്ഞ വേണ്ട ഇതാരാടാ ഇതാരാ അടുത്തവര് ഇറങ്ങിയല്ല ഇതെന്താ അത് അടുത്ത ഇതാണ് ചന്ദ്ര അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മേടിച്ചിരുന്നാലും വേണ്ടില്ല ടി വി എന്റെ നടി കൊണ്ട് ചാവാൻ വയ്യ എടാ ഇറങ്ങടാ വെളിയില് സംസാരം ആ കിക്കായിക്കൊണ്ടിരിക്കുക കിക്കാക്കാൻ വേണ്ടി അവിടെ സംസാരിച്ചു എടാ ഇങ്ങനെ ഒരു പട്ടിത്തീട്ട ഗ്യാങ് കണ്ടിട്ടില്ലടാ. നമ്മളാരെ കിക്ക് ചെയ്യുന്നു അവനോട്? എടാ നമ്മളെ കിക്ക് ചെയ്ത ആരെങ്കിലും ബ്രോ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല. സ്വാമിദാസ് ബ്രോനെ ഒന്നും ചെയ്യത്തില്ല. ഒന്ന് ബ്രോനെ ഒന്ന് പുറത്തിറങ്ങി കാണാൻ ഒന്നും വണ്ടി കയറി. എടാ മൊണ്ണാളാടാ ഇവന്മാര് എന്തരടാ സത്യം ഇവന്മാര്. എടാ ഇത് എത്ര ദിവസമാടാ ഇവന്മാര് ഇങ്ങനെ പട്ടിത്തരം കാണിച്ചുകൊണ്ടിരിക്കണ പട്ടി കൊലയാളികള്. അല്ല ഇതിങ്ങനെ വെറുതെ വെച്ചിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. സത്യം പറയാലോ. എടാ അഡ്മിൻ ഇട്ടിട്ട് അല്ല രാജ്യത്ത് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് സംസാരിക്കാം ബാക്കി. അല്ല ഇങ്ങനെയുള്ള കളിക്കണ്ട എഴുതി വെച്ചോ വരൂല. അതായത് ഇവിടെ ഇപ്പം പറഞ്ഞു, അതായത് ഞാൻ ചോദിച്ചു ബ്രോ എന്താ പുറത്തിറങ്ങിട്ട് സിറ്റുവേഷൻ ആയില്ലേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്